ഡൽഹിയിൽ തരുൺ എന്നൊരു യുവാവ് അതിക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ പല പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് അയാളുടെ മരണത്തിന് കാരണമായത്. തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികളായ ആൾക്കാർക്ക് കൃത്യമായ ശിക്ഷ കിട്ടണം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ ഒറ്റ മരണത്തെ ഉയർത്തി കാണിച്ച് ഇതിനെ വലിയ ചർച്ചയാക്കി മാറ്റുകയാണ്. എന്നാൽ സമാന രീതിയിൽ കൊല്ലപ്പെട്ട മറ്റു മനുഷ്യരെ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇതിനെ നമുക്ക് സെലക്റ്റീവ് രോഷം എന്ന് തന്നെ വിളിക്കണം. എന്തുകൊണ്ടാണ് ഈ സെലക്റ്റീവ് രോഷം ഉണ്ടാകുന്നത്? നമുക്ക് പരിശോധിക്കാം. ഡൽഹിയിൽ ആനന്ദ് പർബത്തിൽ ഹോളി ആഘോഷത്തിനിടെയാണ് തരുൺ എന്ന യുവാവ് കൊല്ലപ്പെടുന്നത്. ഒരു മുസ്ലിം സ്ത്രീയുടെ ദേഹത്ത് നിറം കലർന്ന ബലൂൺ എറിഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കമാണ് 10 പേരടങ്ങുന്ന സംഘം തരുണിന്റെ വീട്ടിൽ കയറി ആക്രമിക്കാൻ കാരണമായത്. മതം നോക്കാതെ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഈ കൊലപാതകത്തിന് പിന്നിലുള്ളവർക്ക് നിയമം അനുശാസിക്കുന്ന കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആര് ചെയ്താലും അത് നീതീകരിക്കാനാവാത്ത കുറ്റമാണ്. എന്നാൽ തരുണിന്റെ ഈ കൊലപാതകത്തിന്റെ കൾപ്രിറ്റ്സ് ആയിട്ടുള്ളത് മുസ്ലിംകളായതുകൊണ്ട് അതൊരു മതത്തിനെതിരെ വിദ്വേഷം പടർത്താനാണ് ചിലർ ഉപയോഗിക്കുന്നത്. ഈ മതത്തിലുള്ളവരെല്ലാം ഇങ്ങനെ അക്രമകാരികളാണെന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരാരും തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്ന ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമില്ല, അവിടെയെല്ലാം കൊല്ലപ്പെട്ടത് ന്യൂനപക്ഷക്കാരാണ്. അവിടെ കൊലയാളികളായി നിന്നത് മറ്റു ചിലർ ആണ് എന്നതുകൊണ്ടാണ്. ഡൽഹിയിൽ മുസ്ലിം ആയതിന്റെ പേരിൽ മകൻ ആക്രമിക്കപ്പെടുന്നത് തടയാൻ ചെന്ന പിതാവ് വെടിയേറ്റ് മരിച്ചപ്പോൾ മൗനം പാലിച്ചവർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? അസാമിൽ പശുക്കടത്ത് ആരോപിച്ച് വയോധികനെ തല്ലിക്കൊന്നപ്പോൾ എന്തുകൊണ്ട് ഈ പ്രതികരണങ്ങൾ ഉണ്ടായില്ല? ഒഡീഷയിൽ ബംഗ്ലാദേശി എന്ന മുദ്രകുത്തി ബംഗാൾ സ്വദേശിയായ യുവാവിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊന്നപ്പോൾ ഈ പ്രതിഷേധക്കാർ എവിടെയായിരുന്നു? വെടിയേറ്റ് മരിച്ച 13 വയസ്സുകാരൻ ഉനൈസിന്റെ മരണം എന്തുകൊണ്ട് ഇവരുടെ ചർച്ചകളിൽ ഇടം പിടിച്ചില്ല? തരുണിന്റെ കൊലപാതകത്തിൽ പ്രതികളായവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കാൻ പോകുന്ന ഭരണകൂടത്തിനെയും തകർക്കുന്ന ഭരണകൂടത്തെയും നമ്മൾ കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് മറുവശത്ത് വിക്ടിം സൈഡിൽ ഒരു മുസ്ലിം വരുമ്പോൾ പ്രതികളായവരുടെ വീട് ഇങ്ങനെ ഇടിച്ചു നിരത്താത്തത്? അവിടെ എന്താണ് ബുൾഡോസർ രാജ് തുടങ്ങാത്തത്? മതം നോക്കിയാണോ ഒരു നീതി നടപ്പാക്കേണ്ടത്? ഇതാണോ നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുന്നത്? സ്ത്രീകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സെലക്റ്റീവ് ഔട്ട്റേജ് സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് മുസ്ലിം വിഭാഗങ്ങൾ വേട്ടപ്പാടുമ്പോഴുള്ള മൗനവും. ഇതിനെ ഒരിക്കലും നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. സ്ത്രീകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതെന്തോ വലിയ കേസാണെന്നും, എന്നാൽ പുരുഷന്മാർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവർ ചെയ്യുന്ന ക്രൈം നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ചെയ്യുന്ന ക്രൈം എല്ലാം നോർമലൈസ് ചെയ്യപ്പെട്ടു. അതായത് മുസ്ലിമുകൾ നേരിടുന്ന ക്രൈം എല്ലാം തന്നെ ഇവിടെ നോർമലാണ്. എന്നാൽ മറിച്ച് സംഭവിക്കുമ്പോൾ അത് വലിയ ഔട്ട്റേജ് ഉണ്ടാക്കുന്നു. ഇതൊരിക്കലും നീതിയല്ല. ആൾക്കൂട്ട വിചാരണ നടത്തുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു സംശയവുമില്ല. തരുണിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ മനുഷ്യർക്കെല്ലാം തക്കതായ ശിക്ഷ കിട്ടണം. പക്ഷേ അത് അവരുടെ മതം നോക്കിയുള്ള ശിക്ഷയാകരുത്. അതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യരും ഇതുപോലെ കൊല്ലപ്പെടുമ്പോൾ നിയമം ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ജസ്റ്റിസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും.